ഇന്ന് ഒരു കൊല്ലംകാരുടെ സദ്യ കണ്ടാലോ. കൊല്ലംകാരുടെ സദ്യ എന്ന് പറയുമ്പോൾ ഏകദേശം ട്രിവാൻഡ്രം കൊല്ലമല്ല, ഏകദേശം സെയിം സദ്യയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം സദ്യയാണ്. കൊല്ലം സദ്യ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റിൽ ഇല, പപ്പടം, മറ്റേ കാവറുത്തത്, ഉപ്പേരി, അവിയൽ, പച്ചടി, കിച്ചടി, തോരൻ, കാലിനോരൻ, ചോറ് വന്നു, പരിപ്പ് വന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചോറിൻ്റെ കൂടെ പരിപ്പും പപ്പടവും കൂട്ടിയിട്ടൊരു ഞെവടി ഒരു കഴിപ്പുണ്ട്. ഞെവടി മീൻസ് കുഴച്ചൊരു കഴിപ്പുണ്ട്. ഇവിടെ നെയ്യും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, പപ്പടവും പരിപ്പും നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴത്തെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുത്തടുത്ത ഐറ്റംസ് വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ബീട്രൂട്ട് കിച്ചടിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പതുക്കെ ഞെവടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സാമ്പാർ ഇപ്പോൾ ഓടി വരും കേട്ടോ. സാമ്പാർ, പപ്പടം, പായസം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡാണ്. ഇനി അടുത്തായി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇപ്പോൾ വരും. സാമ്പാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ എത്തി. സാമ്പാർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പായസമാണ് കേട്ടോ. നമ്മൾ സാമ്പാർ വേഗം കഴിച്ചിട്ട് പഴം നമ്മൾ തൊലി കളഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ മേലിൽ കൂടെയാണ് പായസം ഒഴിക്കുക. പായസം, പഴം, പപ്പടം. ഈ പായസം എന്ന് വെച്ചാൽ അടപ്രഥമനാണ് കേട്ടോ. അടപ്രഥൻ അതിൻ്റെ കൂടെ പപ്പടം കൂട്ടിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ പപ്പടം കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഞെവടി കഴിപ്പുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് ഇനി വരാനുള്ളത് കടലപ്പായസമാണ്. അതായത് ചോറ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ പായസം എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് വരുമ്പോൾ ചോറ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടലപ്പായസം എത്തിയിട്ടുണ്ട്. കടലപ്പായസം കൂടിയിട്ട് പതുക്കി കഴിച്ചു. അതിലും പപ്പടമൊക്കെ പൊടിച്ച് നല്ല രീതിയിൽ കഴിച്ചു. ഇനി അടുത്തതായിട്ട് ഇനി വരാനുള്ളത് ബോളിയാട്ടോ. എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ബോളിയും അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഇനി വരാനുള്ളത്. ഇതാണ് ബോളി. ഇത് തിരുവനന്തപുരം, കൊല്ലത്തെല്ലാം ഏകദേശം സെയിമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോളിയുടെ കൂടെയുള്ള പാൽപ്പായസം വന്നിട്ടുണ്ട്. അപ്പോൾ ബോളിയും പാൽപ്പായസം കൂടിയിട്ട് നമ്മൾ ഞെവടി മീൻസ് കൊല്ലത്തിൻ്റെ ഒരു ഭാഷയാണ് കേട്ടോ. കുഴച്ച് കഴിക്കുക എന്ന് പറയുന്നതാണ് ഞെവടി കഴിക്കുക എന്ന് പറയും. ഇനി എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ബോളിയും പാൽപ്പായസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ചോറ് വന്നിട്ടുണ്ട്. ഈ ബോളിയും പാൽപ്പായസം കഴിഞ്ഞിട്ട് ചോറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അടുത്തതായിട്ട് വരുന്നത് പുളിശ്ശേരി ആട്ടോ. പുളിശ്ശേരി എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പുളിശ്ശേരി. ഇനി അത് കഴിഞ്ഞിട്ട് രസം വരും. രസം കഴിഞ്ഞിട്ട് മോര് വരും. അങ്ങനെ ഒരു വെറൈറ്റി ഒരു സെറ്റപ്പാണ് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം സദ്യ എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം ഒരു ചിട്ടയും അച്ചടക്കമൊക്കെ ഉള്ളൊരു സദ്യയാണ്. നമ്മൾ മറ്റുള്ള നാട്ടിലൊക്കെ പോയി കഴിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത ഇതല്ല. ഇത് രസമാണ് കേട്ടോ. ഇത് നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ രസവും മോരൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് ഇനി പച്ചമോര് വരാനുണ്ട്. അങ്ങനെ ലാസ്റ്റ് പച്ചമോരും വന്നു. അത് കയ്യിൽ മേടിച്ച് കുടിച്ചു. എന്നിട്ട് ഇത് 3 സാധനം കൂടിയിട്ട് പുളി ഐറ്റംസ് അല്ലേ, പുളിശ്ശേരി, മോര്, പച്ചമോര്, രസം, ഇതെല്ലാം പുളി ഐറ്റംസ്. അതെല്ലാം കൂടെ കഴിയുമ്പോൾ സദ്യ അവസാനം.